നല്ല കിഡ്ലനായിട്ടുള്ള അവിയലിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണല്ലോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, അതുപോലെ തന്നെ ചേന, പിന്നെ മുരിങ്ങക്കായ, അതുപോലെ പച്ചക്കായ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാനിതാ ഈ ഒരു ഷേപ്പിൽ നല്ല നീളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഒരു പാത്രത്തിലേക്ക്, അത്യാവശ്യം വലുപ്പമുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 പച്ചമുളക് ഇതുപോലെ ഇങ്ങനെ നടു കീറിയിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ഒരു വാഴയില ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം അത് വെച്ചിട്ട് അതിൻ്റെ മേളിൽ മൂടി വെച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ആക്കിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള അരിപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4-5 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തോളം നല്ല ജീരകവും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഒതുക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു വെജിറ്റബിൾസ് നമ്മൾ ഒരു 2 പ്രാവശ്യമെങ്കിലും ഒന്ന് നോക്കണം കേട്ടോ. അല്ലാണ്ട് പെട്ടെന്ന് തന്നെ അത് വെന്ത് പോവും. അപ്പോൾ ഒരു 2 പ്രാവശ്യമായിട്ട് നമുക്കിത് ഇതുപോലെ ഇങ്ങനെ തുറന്നെടുത്തിട്ട് ഒന്നങ്ങ് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഞാൻ വീണ്ടും ആ ഒരു വാഴയില ഉള്ളിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ അടിച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും. ഒരു ചെറിയ തീയിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം നമ്മളിത് വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഒതുക്കി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങ ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒരു 3-4 ടേബിൾ സ്പൂണ് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല കട്ട തൈര് ഇതുപോലെ ഒന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം ഒന്നിച്ചങ്ങ് ചേർത്ത് കൊടുക്കട്ടെ. എന്നാൽ പിന്നെ നമുക്ക് ഒറ്റ പ്രാവശ്യമായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുത്താൽ മതി. ഇതുപോലെ ഇങ്ങനെ ഒന്ന് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം. ആ ഒരു വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കുക്കായി വന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാൻ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ലാസ്റ്റായിട്ട് 1 ടേബിൾ സ്പൂണും കൂടെ തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലത്തെ നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റും കൂടെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതങ്ങ് ഓഫ് ചെയ്തെടുക്കാം. അപ്പം നല്ല എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മൾ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഒരു ഓണത്തിനോ അല്ലാത്ത ദിവസങ്ങളിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം. താങ്ക്